ആവേശത്തോടെ വിധിയെഴുതുകയാണ് തമിഴകം. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി, ടി.വി.കെ അധ്യക്ഷൻ വിജയ് എന്നിവർക്ക് പുറമെ തമിഴ് സിനിമയിലെ പ്രമുഖരും രാവിലെ തന്നെ എത്തി വോട്ടവകാശം വിനിയോഗിച്ചു. തമിഴ്നാട് ജയിക്കുമെന്ന് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പ്രതികരിച്ചപ്പോൾ അണ്ണാ-ഡി.എം.കെ സഖ്യം വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ അണ്ണാ-ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പങ്കുവച്ചു. അതിനിടെ പോളിംഗ് സമയം 2 മണിക്കൂർ കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. തമിഴകത്ത് ഇതുവരെ കാണാത്ത ത്രികോണ പോരിന്റെ ആവേശം. 1 മാസത്തിലധികം നീണ്ട പ്രചാരണ കാലത്തെ വീറും വാശിയും പോളിംഗ് ബൂത്തുകളിൽ പ്രകടം. പ്രായഭേദ വ്യത്യാസമില്ലാതെ വോട്ടർമാരുടെ വലിയ തിരക്കാണ് പല ബൂത്തുകളിലും. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ചെന്നൈ ആൽവാർപേട്ടിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് വോട്ട് ചെയ്തത്. പ്രചാരണ കാലത്തുയർത്തിയ മുദ്രാവാക്യം സ്റ്റാലിൻ വോട്ട് ചെയ്തതിനു ശേഷവും ആവർത്തിച്ചു. തമിഴ്നാട് ജയിക്കും. ഒപ്പം തമിഴ് ജനത രേഖപ്പെടുത്തുന്നത് കേവലം വോട്ടല്ലെന്നും തമിഴ്നാടിനെ രക്ഷിക്കാനുള്ള പരിചയമാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. എ.ഐ.ഡി.എം.കെ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി എടപ്പാടി സിലുവംപാളയത്ത് വോട്ട് രേഖപ്പെടുത്തി. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എ.ഐ.ഡി.എം.കെ സർക്കാർ രൂപീകരിക്കുമെന്ന് പളനിസ്വാമി പറഞ്ഞു. ചെന്നൈ നീലാങ്കരയിലെ ബൂത്തിലായിരുന്നു ടി.വി.കെ അധ്യക്ഷൻ വിജയ് വോട്ട് ചെയ്തത്. മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം കാരക്കുടിയിലും കനിമൊഴി ചെന്നൈയിലും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ തിരുനെൽവേലിയിലും മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ കോയമ്പത്തൂരും വോട്ട് ചെയ്തു. താരങ്ങളിൽ ആദ്യം വോട്ട് ചെയ്യാനെത്തിയത് അജിത്ത് ആയിരുന്നു. ബെൽജിയത്തിൽ നിന്ന് വോട്ട് ചെയ്യാനായി ഇന്നലെ ചെന്നൈയിലെത്തിയ അജിത്ത് 7 മണിക്ക് മുൻപ് തന്നെ ബൂത്തിലെത്തി. മക്കൾക്കൊപ്പം എത്തിയാണ് രജനികാന്തും കമലഹാസനും വോട്ട് ചെയ്തത്. ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിലെത്തിയ രജനിയെ ആരാധകർ വളഞ്ഞു. സൂര്യ, ജ്യോതിക, തൃഷ, ധനുഷ്, കാർത്തി, മണിരത്നം, സുഹാസിനി, ജയറാം, പാർവതി, സുജാത മോഹൻ തുടങ്ങിയവരും വോട്ട് അവകാശം വിനിയോഗിച്ചു. മുൻ ഇന്ത്യൻ താരങ്ങളായ ആർ അശ്വിനും കെ ശ്രീകാന്തും വോട്ട് രേഖപ്പെടുത്തി. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല. അതേസമയം മേൽജാതിക്കാർ കുടിവെള്ള ടാങ്കിൽ മനുഷ്യ വിസർജൻ കലക്കിയതിനെതിരെ ജനകീയ പ്രതിഷേധം തുടരുന്ന പുതുക്കോട്ടൈ ജില്ലയിലെ വെങ്കായ് വയലിലെ ഗ്രാമീണർ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.